വയനാട് അമരക്കുനിയിൽ നിന്ന് 2 ആഴ്ച മുന്നേ പിടികൂടിയ ആ പെൺകടുവയെ ഓർമ്മയില്ലേ? ആ പെൺകടുവ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. കൈക്ക് പരിക്കേറ്റ കടുവയെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചു. 21 ദിവസത്തിന് ശേഷം കടുവയെ കാണാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടാകും. ഇരുമ്പഴിക്കുള്ളിലാണെങ്കിലും അവളുടെ ശൗര്യത്തിന് ഒട്ടും കുറവില്ല. ആ നോട്ടം കണ്ടാൽ തന്നെ ആരും ഒന്നും ഭയക്കും. ഒരാഴ്ച മുമ്പാണ് വയനാട് അമരക്കുനിയിൽ നിന്ന് 8 വയസ്സുകാരി കടുവ വനം വകുപ്പിന്റെ കൂട്ടിലകപ്പെടുന്നത്. കുപ്പാടിയിൽ പുനരധിവാസ കേന്ദ്രമുണ്ടെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കൊണ്ടുവന്നത്. 7/1/2025 ആദ്യമായിട്ട് ഒരു ആടിനെ ഈ കടുവ പിടിക്കുന്നത്. പിന്നീട് തുടർച്ചയായി 16-ാം തീയതി വരെ 5 ആടുകളെ കടുവ പിടിക്കുകയുണ്ടായി. കടുവ നമ്മുടെ ട്രാപ്പിൽ കയറുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഈ കേജ് ഒരു ആടുംകൂട് പോലെ മാറ്റിയതിന് ശേഷമാണ് ഈ കടുവ കൂട്ടിലേക്ക് കയറുന്നത്. ജനങ്ങളുടെ ഭീതി ജനങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ആടുകളെ മാത്രമായിരുന്നു ഈ കടുവ പിടിച്ചിരുന്നത്. ഇനി ഇവിടെ 21 ദിവസത്തെ ക്വാറന്റൈൻ. പരിക്ക് ഗുരുതരമാണെങ്കിൽ ചികിത്സ നീളും. മുറിവെല്ലാം ഹീൽ ചെയ്യണം. പിന്നെ അതിൻ്റെ കുറച്ച് ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ഒന്ന് അഡാപ്റ്റഡ് ആവണം. എന്നിട്ട് അതിന് പൂർണ്ണ ആരോഗ്യസ്ഥിതി ആകുമ്പോൾ മാത്രമേ നമ്മൾ ഡിസ്പ്ലേയിലോട്ട് മാറ്റുന്ന കാര്യം ആലോചിക്കുകയുള്ളൂ. ക്യാമറ സർവേലൻസിൻ്റെ കീഴിലുള്ളതാണ് ഇതെല്ലാം. 24 മണിക്കൂറും അത് നിരീക്ഷണത്തിലാണ്. പിന്നെ ഡോക്ടർ ഇവിടെ തന്നെ താമസിക്കുകയാണ്. നിലവിൽ തിരുവനന്തപുരം മൃഗശാലയിൽ 3 ബംഗാൾ കടുവയും 2 വെള്ളക്കടുവയുമാണുള്ളത്. മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ നരഭോജിക്കടുവയെയും തിരുവനന്തപുരത്തെത്തിക്കും. നിലവിൽ ഇവൾക്ക് പേരിട്ടിട്ടില്ല. ആടിനെ മാത്രം ഭക്ഷിച്ചിരുന്നതുകൊണ്ട് ചിലരൊക്കെ മട്ടൻ കടുവയെന്ന് വിളിച്ചു. എന്തായാലും വയനാടിനെ വിറപ്പിച്ച ഈ പെൺകടുവ ഇനി അനന്തപുരിക്ക് സ്വന്തമാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എൽ ഒപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.